അല്ലല്ല അല്ലല്ല എന്റെ കൂടെ വരുന്നത് എന്റെ കൂടെ വന്നിട്ടില്ല അല്ല പ്രശ്നമല്ല. അപ്പോൾ 22 വയസ്സുള്ള ഒരു പയ്യനെ കിട്ടിയാലും എനിക്കും ആ പയ്യന് ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിക്കും. 22 അല്ല 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ഹലോ ഗൈസ്, പതിവ് പോലെ പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. രേണുസുതിയാണ് കണ്ടന്റ്. താല്പര്യമില്ലാത്ത ആൾക്കാർ പോവുക. ഇത് മുൻപേ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് കണ്ടിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എന്റെ കമന്റ് ബോക്സിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഒരു ലൈക്ക് അല്ലേ, അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ ഇട്ടേക്കുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു കാര്യം കമന്റ് കൂടെ മറക്കാതെ ചെയ്തേക്കാം. ഇനി പുള്ളിക്കാരിനോട് കിച്ചുവിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഉറഞ്ഞു തുള്ളി ചാടിക്കടിക്കുന്ന വിധത്തിൽ കുറച്ച് മറുപടിയും പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കാം. അല്ലല്ല എന്റെ കൂടെ വരുന്നത് എന്റെ കൂടെ വന്നിട്ടില്ല. എന്തേച്ചി ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? കിച്ചുവിനെ പറ്റിയല്ലേ ചോദിച്ചേ, അല്ലാതെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ പണം തരാതെ ഫ്രീ ആയിട്ട് കാണിച്ചു തരുമൊന്നും ചോദിച്ചില്ലല്ലോ ഇത്രയ്ക്ക് ചാടിക്കടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പുള്ളിക്കാരിക്ക് ഏകദേശം ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കലിയാണ്. കിച്ചു എന്ന് കേട്ടപ്പോഴേ പുള്ളിക്കാരിക്ക് കാലേന്ന് അങ്ങോട്ട് പെരുത്ത് കയറി. എന്തിനാ ചോദിക്കുന്നത്? ആ ഒരു മുഖത്ത് വന്ന മാവമാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചോ? ആദ്യം എന്തായിരുന്നു, എന്റെ മകനാണ് കിച്ചു, ആദ്യത്തെ മകനാണ് കിച്ചു, എന്നെ ആദ്യമായി അമ്മാന്ന് വിളിച്ചവൻ അവനാണ്, ഞാൻ പെറ്റില്ലെങ്കിൽ അവൻ എന്റെ മകനാണ്. ഓ, കിച്ചുവിനെ എടുത്തങ്ങ് തലയെ വെക്കുന്നു. അവരുടെ വീട്ടിൽ പോയി അവർ ഓൺലൈൻ മീഡിയാസിന് മുമ്പ് അവനെ കെട്ടിപ്പിടിക്കുന്നു. 4 മീഡിയക്കാരെ കാണുമ്പോഴേക്കും വീഡിയോ കോൾ ചെയ്യുന്നു, സ്പീക്കറിലിട്ട് സംസാരിക്കുന്നു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ഇപ്പൊ അവർക്ക് അതൊന്നും വേണ്ട. കാരണം ചില കാര്യങ്ങളൊക്കെ അവൻ വന്ന് വെളിപ്പെടുത്തി, അത് അവർക്ക് വല്ലാതെ ചൊടിച്ചു. അത് തന്നെയാണ്. അതല്ല ഞാൻ എന്താ കാർ കണ്ടപ്പോഴേ കിച്ചുവാണ്. അല്ലല്ല കിച്ചുവിന്റെ കാർ വേറെയാണ്, ഇതെന്റെ കാർ. എങ്ങനെയുണ്ട് കാറ് മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് സൂപ്പർ മൈലേജ് എന്നാണ് എന്നോട് ചോദിക്കില്ല, അതെനിക്കറിയില്ല. പക്ഷെ മൈലേജ് കിച്ചുവിന്റെ കാറ് കയറിയിട്ടുണ്ടോ? കിച്ചുവിന്റെ കാറ് കയറിയിട്ടുണ്ടല്ലോ. ഉണ്ട്. മൈലേജ് എങ്ങനെയുണ്ട്? അതിന്റെ മൈലേജിന്റെ കാര്യം എനിക്കറിയാം, അവരല്ലേ അറിയുള്ളൂ. ചേച്ചി അങ്ങോട്ട് ഇരുന്ന് വഷളാവുകയാണ്. ഓൺലൈൻ മീഡിയക്കാര് വിടാതെ പിന്തുടർന്ന് കിച്ചുവിന്റെ കാര്യം തന്നെ ചോദിക്കുമ്പോൾ മുഖത്തൊക്കെ ആകെ ഒരു വിളർച്ച ഫീൽ ചെയ്യുന്നുണ്ട്. താല്പര്യമില്ലാതാണ് മറുപടി കൊടുക്കുന്നത്. കിച്ചുവിന്റെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്നുള്ളൊരു മുഖഭാവമാണ് മുഖത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ആദ്യം ഒന്ന് പരിസരബോധം മറന്ന് ചാടിക്കടിച്ചെങ്കിലും പിന്നെ തലയിൽ വെളിവ് വന്നു. ഇതൊക്കെ നാളെ പിന്നെയും പ്രശ്നങ്ങളാവുമല്ലോ, അതുകൊണ്ടൊന്ന് മയപ്പെട്ടേക്കാം എന്ന് കരുതി രണ്ടാമത് കാറിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ വന്നു. പക്ഷെ ആദ്യം ചേച്ചി ഭയങ്കര ടെററായിട്ടാ മറുപടി കൊടുത്തു കേട്ടോ. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ, സന്തോഷമല്ലേ. കുറ്റം പറഞ്ഞിട്ട് പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തൊരു അഭിമാനം, എന്തൊരു സന്തോഷം. സബ്സ്ക്രിപ്ഷൻ 3000 കഴിഞ്ഞില്ലേ, എന്തൊരു സന്തോഷ നിമിഷം. എന്നാ പിന്നെ 4 ആൾക്കാരെ വീട്ടിൽ വിളിച്ചിരുത്തി സദ്യ അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹ സദ്യ ഏർപ്പാടാക്കിക്കാള. 3500 പേര് സബ്സ്ക്രിപ്ഷനിൽ കഴിഞ്ഞു. തുണി ഊരി കാണിക്കുമ്പോൾ കാണാൻ ആൾക്കാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നാണമുണ്ടോ? ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ചോറ് തന്നെയല്ലേ തിന്നുന്നത്? വിവാഹം കഴിഞ്ഞില്ല, ഒരു ആങ്കൊച്ചിന്റെ അമ്മയല്ലേ, ഇച്ചിരിയെങ്കിലും ബോധമുണ്ടോ? എന്തൊരു സന്തോഷത്തോടെ അവരത് പറയുന്നത് നോക്ക്. സബ്സ്ക്രിപ്ഷനിൽ 3500 കഴിഞ്ഞില്ലേ, ഇത് ലീക്ക് ചെയ്താൽ ഇവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഇവർ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ലീക്ക് ചെയ്തൊന്നും എനിക്കൊരു വിഷയമേ അല്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, ഇതെനിക്കൊരു പ്രൊമോഷനാണ് എന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നതിൽ നല്ലത് റോഡ് സൈഡ് പിച്ചയെടുക്കാനിരിക്കും. അതാണ് പറയുന്നത്. നാണം കെട്ട സ്ത്രീ. ആ കിച്ചുവിനെ കണ്ടുപിടിക്കും. സ്വന്തം അച്ഛനോ കുടുംബക്കാർക്കോ തനിക്കോ കോട്ടം തട്ടാത്ത വിധത്തിൽ അവനത് പുതിയ ബ്രാൻഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഒരു ക്ലോത്തിങ് ബ്രാൻഡും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പോവാണ്. എന്താ, അവന്റെ അച്ഛന്റെ പേര് വെച്ചിട്ട് ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവന്റെ അച്ഛന്റെ പേര് വെച്ചാണ് അത് മാർക്കറ്റ് ചെയ്യായിരുന്നു. അവനെന്താ അതിനുള്ള ബോധമില്ലേ? അവൻ ചോറാ തിന്നുന്നത്. ചിരിയെങ്കിലും ബുദ്ധിയുണ്ട്. നിന്നേക്കാളും കൂടുതൽ ഇഷ്ടം അപ്പനോടുണ്ട്, അതായത് കിച്ചുവിന്റെ അച്ഛൻ സുധിയോടുണ്ട്, ബഹുമാനമുണ്ട്. അതുകൊണ്ട് ആ കുട്ടി അത്രയും തരം താഴാതെ സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പേരും കാര്യങ്ങളും നിലനിർത്തുന്നു. അല്ലാണ്ട് നിന്നെപ്പോലെ ഭർത്താവിന്റെ പേര് മുതലെടുത്ത് 4 ആൾക്കാരെ മുമ്പിൽ പോയി തുണി അഴിച്ചിട്ട് അവരതൊക്കെ അത് പ്രദർശിപ്പിച്ചു കൊടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് തൊട്ടിത്തരം കാണിച്ചുകൊണ്ട് നടക്കുകയല്ല. ജീവിക്കാൻ വേണ്ടി വിധവകളായ സ്ത്രീകൾ ഒത്തിരി പേര് നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. നിന്നെപ്പോലെയല്ല എല്ലാവരും. ഞാൻ ആദ്യം നീ ഒന്നും പറയില്ല, നിങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ പെരുമാറ്റവും സംസാരവും കാണുന്ന സമയത്ത് അറിയാതെ വായെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പോവുകയാണ്. എന്തൊരു സ്ത്രീയാണ്, എന്തൊരു ജന്മമാണ് ഇവര്. സ്വന്തം ഭർത്താവിന്റെ പേരിൽ കുറച്ചങ്ങോട്ട് വെച്ചടി കയറുന്നു,
ശേഷം അതേ ഭർത്താവിന്റെ പേര് പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ തുണി അഴിച്ചു കാട്ടി പണം മേടിക്കുന്നു. ഇപ്പൊ ഇതേവരെ കിച്ചു മാതൃക കാണിച്ച പോലെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാവും. അവർക്ക് അതൊന്നും വേണ്ട. അവരെന്തോ വലിയ രംഭ തിലോത്തമ മധാമയാണെന്ന രീതിയിൽ സ്വന്തം ശരീരം ആൾക്കാരെ കാണിച്ച്, തമന്നേന്റെ വയറും കാണിച്ച്, ഷക്കീലേന്റെ മൂടും കാണിച്ച് നടന്നാൽ മാത്രമേ പുള്ളിക്കാരിക്കൊരു ആത്മനിർവൃതിയുള്ളൂ. അങ്ങനെ സമ്പാദിക്കുന്ന പണത്തിലെ പുള്ളിക്കാരിക്ക് രുചിയുള്ളൂ. വീഡിയോ വേറെ ആൾക്കാരെടുത്ത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? നല്ല കാര്യമല്ലേ, ലീക്ക് എന്തായാലും ലീക്കാകും. അതുകൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. വളരെ നല്ല കാര്യമാണ്, സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്ര നല്ല പരിപാടിയാണെങ്കിൽ തന്തപ്പിടിയോട് ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കാൻ പറ പഞ്ചായത്ത് മുഴുവനും. എന്റെ മകൾ രേണു സുധി രാത്രിയിൽ സബ്സ്ക്രിപ്ഷൻ വഴി തുണി അഴിക്കുന്ന ലൈവുകൾ സജീവമാണ്. തങ്കപ്പന്റെ നേതൃത്വത്തിൽ രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഫ്ലെക്സ് അടിക്കാൻ പറ, അല്ലെങ്കിൽ ഒരു ആഡ് കൊടുക്കാൻ പറ. അന്തസ്സായിരിക്കും കുറച്ചും കൂടെ. ഇത്രയധികം അഭിമാനത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി എന്താ ചോദിക്കാനുള്ളത്? ലൈവ് വീഡിയോ ആണല്ലോ അത്. ഇനി ആണെന്ന് പറഞ്ഞല്ലോ. എന്താ പുതിയ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പ്രൊജക്ട്സ് ചേട്ടാ ഇപ്പം കുറച്ച് നാളെ ഭയങ്കര അപാര തൊലിക്കട്ടിയാണ് കേട്ടോ ഇവരുടേത്. കാണ്ടാമൃഗത്തിനെ വെല്ലുന്ന തൊലിക്കട്ടിയാണ്, സത്യം പറയാലോ. ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയക്കകത്ത് ഇവർ തന്നെ കാണുന്ന സമയത്ത് മാറി ചിന്തിക്കണമെന്നോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ മാറ്റങ്ങൾ വരുത്തണമെന്നോ തോന്നുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ പുച്ഛം തോന്നുന്നത്. പിന്നെന്താ പറയുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല എന്താ പറയുക, നല്ല സംഗീതങ്ങളൊക്കെ കേൾക്കുക. ഇപ്പം എന്താണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പുതിയ ഏത് സിനിമയാണോ, എന്താണ് ഷോർട്ട് ഫിലിമാണോ, എന്താണ് ചേച്ചി ചെയ്യുന്നത്? ലൈഫ് അപ്ഡേറ്റ്സ് നിങ്ങളടുത്ത് നമുക്ക്. ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ കാര്യപ്പെട്ട വലിയ ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. തുണി ഒരു കാണിക്കുക, പണം മേടിക്കുക, ഇതന്നെ പുള്ളിക്കാരിന്റെ പുതിയ അപ്ഡേറ്റ്സ്. പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ലൈവും വീഡിയോസുമായിട്ട് അതിൽ സജീവമായിട്ടുള്ളത്. ഇനിയിപ്പോൾ അധികം വർക്കും കാര്യങ്ങളും കിട്ടാനും സാധ്യത കുറവാണ്. കാരണം ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷന് സമാനമായ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീനെ സ്വാഭാവികമായിട്ട് നിലവാരമുള്ള ഒരു കമ്പനികളിലും അല്ലെങ്കിൽ ഒരു കടകളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആളുകൾ ക്ഷണിക്കില്ല. ഇനി അത്രയും നിലവാരമില്ലാത്ത സ്ഥലങ്ങളൊക്കെ, ഈ ബാർ പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വല്ലാത്ത മാർക്കറ്റ് ഉണ്ടാകും. കാരണം ബാറിൽ വന്ന് കുടിയന്മാർക്ക് ഇത് കുടിച്ചിരിക്കുമ്പോൾ അവരുടെ ലൈവ് വീഡിയോസും സബ്സ്ക്രിപ്ഷൻ വീഡിയോസും മനസ്സിലേക്ക് വരുമ്പോൾ ആഹ്ലാദ പ്രകടനം കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്യും. ഒപ്പത്തിന് ആൾക്കാർ കൂടുകയും ചെയ്യും, അല്ലേ? സബ്സ്ക്രിപ്ഷനോട് ലഭിക്കുന്ന പൈസ എന്തെങ്കിലും ചാരിറ്റി അങ്ങനെയെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5-ന്. ഓർമ്മയുണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു 2022 ആണെന്ന് തോന്നുന്നു, അല്ലേ എന്നൊക്കെ മീഡിയക്കാരോട് ചോദിക്കുന്ന കേട്ടപ്പോൾ ഞാൻ കരുതി ഇപ്പോഴും അത് വലിയ അറിവുണ്ടാവില്ല. പക്ഷെ പുള്ളിക്കാരി അത് കാണാപ്പാടം 2-3 ദിവസം എടുത്ത് കാണാപ്പാടം പഠിച്ചു വെച്ചേക്കാണ്. ജൂൺ 5-നാണ്, ഈ വർഷം ജൂൺ 5-ന് സുധിച്ചേട്ടന്റെ ചരമവാർഷികമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിറന്നാൾ മറന്നു കേട്ടോ. സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി കുട്ടന്മാരെ സ്റ്റോറീസും മറ്റും ഇട്ടിട്ട് സൂചിപ്പിക്കുന്ന സമയത്തിന്റെ ഇടയ്ക്ക് സ്വന്തം ഭർത്താവിന്റെ ബർത്ത്ഡേ മറന്നു പോയിരിക്കുകയാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ത്രീ എന്തോ ഒരു കമന്റ് ഇട്ടതിനെ റിയാക്ട് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ഇവര് മറ്റൊരു വീഡിയോ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ആദ്യം കാണാം. അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ, സുധിച്ചേട്ടന്റെ ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. ഇവർക്ക് തന്നെ ഇവരുടെ ഭാര്യസ്ഥാനത്ത് എന്തോ ഒരു സംശയമുള്ള പോലെയാണ് പല സമയത്തും എനിക്ക് ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് പണ്ട് സ്ഥിരമായ പരിപാടിയായിരുന്നു, ഞാനല്ലേ സുധിച്ചേട്ടൻ നിയമപരമായ ഭാര്യ. ഇവർക്ക് തന്നെ അതിലൊരു ഉറപ്പില്ലാത്ത പോലെയാണ്. വീണ്ടും വീണ്ടും ആൾക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനാണെന്ന്. അല്ലാണ്ട് നമ്മളാരും പറഞ്ഞുകൊണ്ടിരിക്കില്ല. നിയമപരമായിട്ടുള്ള ഭാര്യമാരാണെങ്കിൽ നമ്മളാരും നാഴേക്ക് 40 വട്ടം നമ്മുടെ ഭർത്താക്കന്മാരെ വെച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ? പിന്നെ വിശ്വസിച്ച് സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. കണ്ട എന്തൊരു ധാർഷ്ട്യം, എന്തൊരു ഇതാണ് ഇവരുടെ മറുപടിയിലൊക്കെ ഉള്ളത്. നിങ്ങൾ തന്നെ കേട്ടില്ലേ? എവിടെ പോയി ചോദിക്കാനാണ്, എവിടെ പോയി വിശ്വസ് പറയാനാണ് പറഞ്ഞത്? മരിച്ചുപോയ സുധിയുടെ അടുത്ത് പോയിട്ട് വേണം വിശ്വസ് പറയാൻ. മരിച്ച് പരലോകത്തിരിക്കുന്ന സുധിയുടെ അടുത്ത് പോയിട്ട് ഇവർ വിശ്വസ് പറയണം, അല്ലേ? എന്തൊരു ധാർഷ്ട്യം, എന്തൊരു അഹങ്കാരം. ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ ഒതുങ്ങും. അന്ന് നിങ്ങൾ പത്തിയും താഴ്ത്തി താഴെ വീഴും. ഇപ്പൊ അടുത്ത് എന്റെ സാഹചര്യം അറിയത്തില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം സിറ്റുവേഷൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കേണതാണ് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം കരുതി നിങ്ങളുടെ 10 വർഷം താന്ന് കാണും. കാരണം വർക്കും പ്രോഗ്രാംസും ഒക്കെ കുറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ നന്നാവില്ല. ചത്ത് മണ്ണടിഞ്ഞെടുക്കുന്ന കൊല്ലം സുധിയുടെ കുഴിമാടത്തിൽ പോയിട്ട് ആളുകൾ അയാളുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കണമെന്ന് പറയുന്ന അത്രയും തരം താഴ്ന്ന വൃത്തികെട്ടൊരു ഭാര്യയാണ് നിങ്ങളെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല എന്നും കൂടെ പറയാണ്. ചടങ്ങൊന്നുമില്ല, കാരണം 3-ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി തിരികത്തിച്ചു വരും. പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല. നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എന്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന്
ഫുഡ് കഴിക്കുക എന്നാണ്. എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്താരി കുറെ അലവലാതി ആൾക്കാരെ വിളിച്ചിട്ട് നടത്താതിരുന്ന എന്തുകൊണ്ടും നന്നായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവർ നടത്തിയ ചടങ്ങ് നമ്മൾ കണ്ടതാണ്. സുധിയുടെ ചരമവാർഷികം, 2ാം ചരമവാർഷികം അനുബന്ധിച്ചിട്ട് അലൻ ജോസ് പെരേരയുടെ ഡാൻസ്, ഗാനമേള, കൈകൊട്ടിക്കളി, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടികളെന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ആരും ഇല്ലാതെ ആ ഒരു പരിപാടി നടത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനും തന്നെയാണ് അത് നല്ലത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും. അല്ലെങ്കിൽ ആളുകൾ വീണ്ടും നിങ്ങളുടെ പ്രവർത്തിക്ക് പൊങ്കാലിട്ടുകൊണ്ടിരിക്കും. പിന്നെ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം, അങ്ങനെയുള്ള പണം കൊണ്ട് ആ കുട്ടികൾ ആഹാരം വാങ്ങി കഴിക്കുന്നതിന് നല്ലത് 2 ദിവസം പട്ടിണി കിടക്കുന്നതാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന വൃത്തികെട്ട പ്രവൃത്തിന്ന് വേണം ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ അല്ലേ. ചിലപ്പോൾ ഞാനിന്ന് പുറത്തു പോകുമായിരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും, മക്കളെ വിടും. ഞാൻ എവിടെ ആയിരുന്നാലും സുചിച്ചേട്ടന് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചു. അതെ, എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പകരം പോകാൻ ഞാൻ ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ ചരമവാർഷികത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്റ്റെപ്പിനിക്ക് ഞാൻ ആളെ വിടും. മക്കള് പോയാലും മതിയല്ലോ, ഇവിടെ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. എന്തൊരു നിസ്സാരം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചേച്ചിന്റെ സ്പ്രേ തീർന്നോ? ഷർട്ടിലുള്ള അതേ മണം, ചേട്ടന്റെ ട്രോഫികൾ, ഷർട്ടുകൾ, അങ്ങനെ കുറെ പ്രഹസനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അല്ല, പ്രശ്നമല്ല. അപ്പോൾ 22 വയസ്സുള്ള ഒരു പയ്യനെ കിട്ടിയാലും എനിക്കും ആ പയ്യന് ഇഷ്ടമാണ്, ഞങ്ങൾ 2 കല്യാണം കഴിക്കും. 22 അല്ല 20 വയസ്സാണല്ലോ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവന് ഇഷ്ടമാണ്, ഞങ്ങൾ 2 കല്യാണം കഴിച്ചു. 22 വയസ്സ് തീരെ കുറഞ്ഞു പോയില്ല ചേട്ടാ. 20 മതി. 20 വയസ്സാണെങ്കിലും പുള്ളിക്കാരി കഴിക്കും, 21 ആണെങ്കിലും പുള്ളിക്കാരി കഴിക്കും. 34 വയസ്സൊന്നും ചേച്ചിക്ക് ഒരു വിഷയമേ അല്ല. മകന്റെ പ്രായമുള്ള കൊച്ചിനെ കിട്ടിയാൽ, ഇനി മകനേക്കാളും ചെറിയ പ്രായമുള്ള കൊച്ചിനെ കിട്ടിയാലും ചേച്ചി കെട്ടാൻ മുട്ടി നിൽക്കുക. 21 ആണേലും കല്യാണം. അതല്ല, 21 ഇപ്പൊ ഏജ്. ഓക്കെ, അല്ല കല്യാണം കഴിക്കണം. അപ്പൊ 21 ആണേലും എനിക്ക് 34, ചെറുക്കന് 21 ആണേലും ഞങ്ങൾ രണ്ടും, എനിക്കിഷ്ടമാണ് അവനിഷ്ടമാണ്, ഞങ്ങൾ 2 കല്യാണം കഴിച്ചിരിക്കും. ആ വിട നാണവും മാനവും ഉളുപ്പില്ലാത്ത ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവരെ നമുക്ക് ആ വകുപ്പ് കൂട്ടാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്. കിച്ചുവിന്റെ മകന്റെ പ്രായമുള്ള ആളുകളെ കിട്ടിയാലും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് പുള്ളിക്കാരി വിളമ്പുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഇവരുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് തന്നെ ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണാവോ ഈ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഉത്തരം കേട്ടിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്, വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 21 വയസ്സുള്ള പയ്യനിൽ നിന്ന് 34 വയസ്സുള്ള ഇവരുടെ ഏജിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ മൂത്ത മകനിൽ ഇവരെ അവകാശപ്പെടുന്ന കിച്ചുവിന്റെ പ്രായമുള്ള കൊച്ചിനെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കും, അങ്ങനെയൊന്നുമില്ല. പ്രായം കുറവ് ആരെ കിട്ടിയാലും കെട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്, മുട്ടി നിൽക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ല ആദ്യം പറഞ്ഞിരുന്നത്. ഞാൻ വിവാഹം കഴിക്കത്തില്ല, സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ഞാൻ ജീവിക്കും, ഞാനൊരു അതാണ്, ഞാനൊരു ഇതാണ്, ഞാനൊരു മലയാണ്, ഞാനൊരു എലിയാണ്, ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു മാറ്റം. ഇപ്പം 21 വയസ്സുള്ളവനാണെങ്കിൽ 20 വയസ്സുള്ളവനാണെങ്കിൽ ചേച്ചി കെട്ടും. 20 വയസ്സുള്ളവർ എങ്ങനെയാണ് കെട്ടാൻ സാധിക്കുക? 21 അല്ലേ ആൺകുട്ടികളുടെ മിനിമം പ്രായം വിവാഹം കഴിക്കണ്ടേ? എന്റെ അറിവിൽ അങ്ങനെയാണ്. ഇനി ചേച്ചീന്റെ നിയമപ്രകാരം, പുള്ളിക്കാരിക്ക് എല്ലാത്തിനും പ്രത്യേക നിയമങ്ങളാണല്ലോ. 20 വയസ്സുള്ള ആരെങ്കിലും പിടിച്ച് കെട്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. ഈ സന്ദർഭത്തിലാണ് ഞാൻ നമ്മുടെ ഹനാൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. 20 വയസ്സെങ്ങാണ്ടുള്ള ഏതൊരുത്തന്റെ കൂടെ ആയിരുന്നല്ലോ ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും എബോഷനായി എന്നൊക്കെ അവർ പറയപ്പെടുന്നത്. പുള്ളിക്കാരി അതിപ്പോഴും തള്ളി നിസ്സാരമായി കണ്ട് ഒതുക്കിക്കൊണ്ടുപോകുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 20 വയസ്സുള്ള ആളുടെ കൂടെ വിവാഹം കഴിക്കുന്ന പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പിന്നെ ഇവരിതിന്റെ മുമ്പ് ഏതൊരു മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പോകാന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിച്ചു. തട്ടമിട്ട് സുധിയുടെ മുമ്പിലിരുന്ന് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ മരിച്ചുപോയ ആ ഒരു ആത്മാവിന് വരെ സമാധാനം കൊടുക്കാത്ത രീതിയിൽ എന്തെല്ലാമോ പ്രവർത്തികൾ ഇവർ കാട്ടിക്കൂട്ടി. എന്നിട്ട് ഇവർക്ക് മതിയാവുന്നില്ല. ഇപ്പോഴും ഇവർക്ക് അവന്റെ ചോര ഊറ്റി കുടിക്കണം എന്നുള്ള ഒറ്റ വാശിയുള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത്. ഇതിനകത്ത് ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഓർമ്മയും ഈ പുള്ളിക്കാരിന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. ഇൻസ്റ്റയിലോ യൂട്യൂബിലോ പണ്ട് കടന്നിരുന്ന വീഡിയോസും ടിക്ടോക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീപോസ്റ്റ് ചെയ്ത ആൾക്കാരെ സൂചിപ്പിക്കാന്നല്ലാണ്ട് ഇതേമാതിരി ജീവനുള്ള മെമ്മറീസ് ഒരിക്കലും അവരുടെ ഫോണിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.